ബഹുമാനപ്പെട്ട ഓണക്കൂട്ടർ, എൻ്റെ പ്രിയപ്പെട്ട ഇത് ചേച്ചി, സന്തോഷ് സാറ്, ജയകരൻ, കൂട്ടുകാരൻ അളിയൻ ചെയ്യാറ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാര്, കൂട്ടുകാര്, എന്നോടൊപ്പം പഠിപ്പിച്ചിരുന്നവർ, എന്നോടൊപ്പം പഠിച്ചിരുന്നവർ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ, എന്നെ ചേർത്ത് പിടിക്കുന്നവർ, അങ്ങനെ ധാരാളം പേര് എൻ്റെ മുന്നിൽ ഇപ്പോൾ. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് നടന്നു കണ്ട, അനുഭവിച്ച് തീർത്ത എൻ്റെ നാടിനോടുള്ള എൻ്റെ കടപ്പാടാണ്, എൻ്റെ നാടിനുള്ള എൻ്റെ സമ്മാനമാണ്. എൻ്റെ നാടിനെ കുറിച്ച് ചെറിയ കാലം മുതൽ ഞാൻ ഈ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങിയ കാലം മുതൽ നല്ലതൊന്നും കേട്ടില്ല. ഇവിടെയുള്ള ഓരോ മനുഷ്യരെ കുറിച്ചും, ഈ നാടിൻ്റെ സംസ്കാരത്തെ കുറിച്ചും, ഈ നാട്ടിലെ സ്ഥാപനങ്ങളെ കുറിച്ചും, എല്ലാത്തിനെ കുറിച്ചും വളരെ ഏറെ മോശം അനുഭവങ്ങൾ കേട്ട് വളർന്ന ഒരാളാണ്. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എവിടെയോ കിടന്നൊരു സംഗതിയാണ്, എൻ്റെ നാട് ഏതെങ്കിലും തരത്തിൽ മാറണമെങ്കിൽ എൻ്റെ നാടിനെ സാംസ്കാരികമായിട്ട് തിരുത്തി എഴുതണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ 7 വർഷത്തെ പരിശ്രമമാണ് ഈ പുസ്തകം. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരുടെ പുറകിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ വീടുകളിൽ പോയി മണിക്കൂറുകളോളം അവരോട് സംസാരിച്ച് നിന്നിട്ടുണ്ട്. ചിലരോടൊക്കെ സംസാരിക്കാനായിട്ട് മണിക്കൂറുകളോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. പല പ്രാവശ്യം പോയിട്ടും എന്നോട് സംസാരിക്കാതിരുന്ന മനുഷ്യരുണ്ട്. ചിലരെയൊക്കെ പുറകിൽ നടന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇതുകൂടാതെ എൻ്റെ കൺമുമ്പിൽ ഇന്നും കൺമുമ്പിലൂടെ നടന്നു കൺമുമ്പിൽ മരിച്ചു കിടന്ന ഒരു മനുഷ്യനെയും എന്നെ കൈപിടിച്ച് നടന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളെയും, അങ്ങനെ ഒരുപാട് പേരെ ഈ പുസ്തകത്തിനകത്ത് ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ നാടിൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ നാടിൻ്റെ ദൈവം, അതിൻ്റെ ദ്രാവിഡ പാരമ്പര്യം. ഇപ്പോൾ നമുക്ക് ദ്രാവിഡ പാരമ്പര്യമൊന്നോ അല്ലെങ്കിൽ നമ്മുടെ പൗരാണികമായിട്ടുള്ള ആചാരങ്ങളോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലതും പുസ്തകവും നിന്ദയും നിഷേധവും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തോടെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യർ അനുഷ്ഠിച്ചിരുന്നത്, ആചരിച്ചിരുന്നതൊക്കെ ഇന്ന് അസംബന്ധമായി മാറുന്ന ഒരു സാഹചര്യമാണ്. ചില മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ പുറകിൽ നിർത്തിയിരുന്ന, അല്ലെങ്കിൽ പുറം വഴിക്ക് പുറത്ത് നിർത്തിയിരുന്ന ഒട്ടേറെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. ഈ മണ്ണിനെ അടയാളപ്പെടുത്തുമ്പോൾ ആ മണ്ണിന്റെ വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച്, ഈ മണ്ണിലെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച്, ഈ മണ്ണിൽ ജീവിച്ച് ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുതണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് പേരിട്ടപ്പോൾ പവിത്രേശ്വരന്റെ പെണ്ണുങ്ങൾ എന്ന പേരിട്ട് ബിന്ദു ചേച്ചിയുടെ കവലമാണ്. ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ട പേരാണ്. പവിത്രേശ്വരൻ ആരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ശകുനിയാണ് പവിത്രേശ്വരൻ. ഒരു കഥാപാത്രമാണ്. എന്നാൽ മഹാഭാരതം പല ആവർത്തി വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് പകിടുകളുമായി വന്ന് വെറും ഒരായുധവുമില്ലാതെ പകിടുകൾ മാത്രം കൊണ്ട് നേരെ ഹസ്തിനപുരത്തിലേക്ക് വന്ന് കുരുവംശത്തിന് മുച്ചൂട് മുടിച്ചത് എന്ന് നമ്മളാരും അന്വേഷിക്കുന്നില്ല. ശകുനിയുടെ പ്രതികാരത്തിന് വ്യക്തമായ കാരണമാണ്. അത്തരത്തിലുള്ള കാരണം ഉള്ളത് കൊണ്ടാണ് അച്ഛന്റെ തുടയിൽ നിന്ന് നിർമ്മിച്ച പകിടയുമായി, സുബന് കുടിയിരിക്കുന്ന പകിടയുമായി വന്ന് ഹസ്തിനപുരത്തിനെ മുച്ചൂട് മുടിക്കുകയും അവസാന ജീവനോട് തന്നെ തിരിച്ചു പോകാൻ കഴിയുന്ന അവസരമുണ്ടായിട്ടുണ്ട്. സ്വന്തം ജീവൻ ഇവിടെ ത്യജിച്ചിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. പല പ്രാവശ്യം അന്വേഷിച്ചു പോയി പവിത്രേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും ശകുനി എന്ന് പറയുന്ന നമ്മൾ പുസ്തകഥാപാത്രം എന്ന് കേട്ടിരുന്ന ആ കഥാപാത്രത്തെ പവിത്രീകരിച്ച സ്ഥലമായതുകൊണ്ടാണ് അതിനെ പവിത്രേശ്വരം എന്ന് പറയപ്പെടുന്നതെന്നൊക്കെ അറിയുകയും അതിൽ കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ശകുനിയിലൂടെ മഹാഭാരതം നിഴലിൽ നിർത്തിയ 10 സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമമാണ്, ചെറിയൊരു ശ്രമമാണ് ഞാൻ നടത്തിയത് പവിത്രേശ്വരന്റെ പെണ്ണുങ്ങളിലൂടെ. അതിലെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ശക്തരായ സ്ത്രീകളാണ് വിളിച്ചത്. ഒട്ടും ശക്തരല്ലാത്ത സ്ത്രീകൾ, ഏറ്റവും അഭിമാനികളായ 10 സ്ത്രീകളാണ്, പൗരാണികളായ സ്ത്രീകൾ. എന്റെ മുന്നിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതിൽ
പലരും അതിലെ കഥാപാത്രങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം കണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്ത പല കാര്യങ്ങളും പല കഥാപാത്രങ്ങളിലൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പുസ്തകം എത്ര വായിച്ചാലും വായിച്ചില്ലെങ്കിലും നാളെ എന്തെങ്കിലും അരിയോട്ട് പോകണം എന്ന് പറയുന്ന ഒരു നാടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരുടെ ഒരു റെഫറൻസ് ആയിട്ട് ഈ നാടിന്റെ ഒരു അടയാളമായിട്ട് എന്തെങ്കിലും ഉണ്ടാകണം എന്നുള്ള എന്റെ വ്യക്തിപരമായ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഈ പുസ്തകം. തമ്പുരാൻ കുന്നിന്റെ സാമൂഹ്യ പാഠം. ഓണക്കൂർ സാറും സന്തോഷ് സാറും എന്റെ ടീച്ചറും എന്ത് ചേച്ചിയൊക്കെ ഈ പുസ്തകം ഈ പുസ്തകത്തിന് ഖസാക്കിന്റെ ഇതിഹാസമായും മറ്റു പല പുസ്തകങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും പേടിച്ചവിടുന്നു. അത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊക്കെ താരതമ്യം ചെയ്യാനുള്ള യോഗ്യതകൾ ഈ പുസ്തകത്തിന് ഉണ്ടോന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഓണക്കൂർ സാറിനെ പോലുള്ള ഇത്രയും വളരെ വലിയ എഴുത്തുകാരനും പിന്നെ എന്റെ അധ്യാപകരും ചേച്ചിയൊക്കെ ആ പുസ്തകത്തിന് നല്ല പുസ്തകമാണ്, ഒറ്റയിരുപ്പിന് വായിക്കാൻ കഴിയുന്നതാണെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. നൽകാൻ കഴിഞ്ഞതിൽ, എന്റെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഇവിടെ നിൽക്കുന്നു. ആ സന്തോഷം, ആ അഭിമാനം എനിക്ക് നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷം. നന്ദി.